പാലക്കാട് 20,000 വോട്ടിന്റെയെങ്കിലും ഭൂരിപക്ഷം ഉറപ്പാണെന്നാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ പറയുന്നത്. വോട്ടിംഗ് മെഷീന്റെ മാതൃകയുമായി വോട്ടർമാരുടെ അടുത്തെത്തി പേരിനു നേർക്ക് വോട്ട് ചെയ്യിപ്പിച്ച് പരിശീലിപ്പിച്ചാണ് സരിന്റെ പ്രചാരണം. ഈ അവസാന മണിക്കൂറിൽ വ്യത്യസ്തമായ ഒരു പ്രചരണ രീതിയുമായാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി സരിൻ മുന്നോട്ട് പോകുന്നത്. വോട്ടർ ബാലറ്റ് ബോക്സിന്റെ മാതൃകയും അതുപോലെ തന്നെ ചിഹ്നവുമൊക്കെയായി വോട്ടർമാരിലേക്ക് വീണ്ടും എത്തുകയാണ് സരിൻ. ഒരു വ്യത്യസ്തമായ ഒരു പ്രചരണമാണല്ലോ ഇത്. മാതൃക EVM-ആയിട്ടൊക്കെയാണ് ഇറങ്ങിയിരിക്കുന്നത്. അതായത് 9ാമത്തെ ചിഹ്നമാണ് നമ്മുടെ ചിഹ്നമെന്നും ചിഹ്നം നോക്കി സമയമെടുത്ത് 9ാമത്തെ പേരിനും ചിഹ്നത്തിനും നേരെ വോട്ട് ചെയ്താൽ മതിയെന്നും അവരോട് പറയണം. അവർക്കൊരു ആശങ്ക ഉണ്ടാവരുതല്ലോ. ആദ്യത്തെ പേരുകൾ ഇങ്ങനെ നോക്കുമ്പോൾ അയ്യോ കാണുന്നില്ലല്ലോ, അത് പാടില്ലല്ലോ. അപ്പൊ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണല്ലോ തെരഞ്ഞെടുപ്പിന്റെ അർത്ഥം. തെരയണം, 9 വരെ തെരയണം, 9ാമതാണ് നമ്മൾ ജയിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ ഒരു ആത്മവിശ്വാസം എങ്ങനെയുണ്ട്? ജനങ്ങൾ നമ്മുടെ പേരും ചിലർക്ക് നമ്മുടെ പേര് സരിൻ എന്ന് ഒരു പെട്ടെന്ന് പിടിയിട്ടാത്ത ഒരു പേരായതുകൊണ്ട് അവര് പേര് വിളിക്കുക സരുണെ, സരിമോനെ എന്നൊക്കെയാ. പക്ഷെ അതൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് അർത്ഥം. ഡോക്ടർ എന്ന് പിന്നെ എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മുടെ പേരിന്റെ കൂടെ ഡോ എന്നുണ്ടാവുള്ളൂ, ഡോക്ടർ മുഴുവൻ ഇല്ല. അപ്പൊ ഡോ സരിനായിരിക്കും എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ചിഹ്നം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവര് മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ പ്രതീക്ഷയൊക്കെ ഞാൻ കൃത്യമായി പറഞ്ഞു. മറക്കണ്ട, ചിഹ്നത്തിന്റെ 9ാമത്തേത് അമർത്തിക്കോളൂ. ഇതുപോലെ 9 ആണ്, താഴെയാണ് ഉണ്ടാവുക. നമസ്കാരം, വരാ 20,000 മനുഷ്യരുടെ എങ്കിലും വോട്ടിന്റെ വ്യത്യാസത്തിൽ നമ്മൾ ജയിക്കും. ഓരോരുത്തരും ഓരോ വോട്ടാ ചെയ്യുന്ന, ഓരോ മനുഷ്യരും അറിഞ്ഞു ചെയ്യുന്ന വോട്ടാണിത്. അങ്ങനെ 70,000-ത്തിലധികം മനുഷ്യരുടെ വോട്ട് കിട്ടും. 20,000-ത്തിലധികം മനുഷ്യരുടെ വോട്ടിന് ജയിക്കും. വലിയ ആത്മവിശ്വാസം തന്നെയാണ് സാറിനുള്ളത്. ചിഹ്നം ഇങ്ങനെ പരിചയപ്പെടുത്തി വോട്ടിംഗ് മെഷീൻ വോട്ട് ചെയ്യിച്ച് അത് പരിശീലിപ്പിച്ചാണ് ഒരു സ്ഥാനാർത്ഥി മുന്നോട്ട് പോകുന്നത്. വളരെ വ്യത്യസ്തമായ പ്രചരണ രീതി. അത്രത്തോളം ഇങ്ങനെ നമ്മൾ ദൃശ്യങ്ങൾ കാണാം. ഇങ്ങനെ 9ാമത്തെ മെഷീൻ 9ാമത്തെ ഭാഗത്ത് വോട്ട് ചെയ്ത് ബീപ് ശബ്ദം കേൾക്കുന്നവർ വോട്ട് ചെയ്യണമെന്ന് പഠിപ്പിച്ച് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ആദ്യം ഈ വോട്ടർമാരെ വോട്ടിംഗ് മെഷീനുമായി പരിചയപ്പെടുത്തുമ്പോൾ തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രചരണ രീതിയുമായാണ് സരിൻ മുന്നോട്ട് പോകുന്നത്. വലിയ ആത്മവിശ്വാസം, 20,000 വോട്ടിന്റെയെങ്കിലും ഭൂരിപക്ഷം കിട്ടുമെന്ന ആത്മവിശ്വാസവുമായാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ ഈ പ്രചരണം അവസാന മണിക്കൂറുകൾ പുരോഗമിക്കുന്നത്. പ്രജിത് കോങ്ങാടിനൊപ്പം VV അരുൺ, ന്യൂസ് 18 പാലക്കാട്. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഓടി നടന്ന് വോട്ട് പിടിക്കുകയാണ് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ ഓട്ടം നിയമസഭയിലെ അവസാനിക്കുകയുള്ളൂ എന്നാണ് രാഹുൽ പറയുന്നത്. ഭൂരിപക്ഷം എത്രയെന്ന് പറയുന്നില്ല എന്നും മോശമല്ലാത്ത ഭൂരിപക്ഷം ഉറപ്പെന്നും രാഹുൽ ന്യൂസ് 18നോട്. എന്തോട്ടോ രാഹുൽ ഇത്? പരമാവധി ആളുകളുടെ ഹൃദയത്തിലേക്ക് ഓടിക്കയറാനുള്ള ശ്രമമാണ്. ഇവിടെ തുടങ്ങി എവിടെ എത്തിയ ഈ ഓട്ടം തിരുവനന്തപുരത്തെത്തും, നിയമസഭയിലേക്ക് എത്തും. വീടിനുള്ളിൽ കയറിയ ആളുകളെ കാണുകയാണ്. അത്തരത്തിൽ എല്ലാ ആളുകളെയും രാഹുൽ പറഞ്ഞതുപോലെ പരമാവധി ആളുകളെ നേരിൽ കാണാനുള്ള ശ്രമത്തിലാണ്. ഇവിടെ കുറച്ച് ഓട്ടമൊക്കെ വേണ്ടിവരുമെന്ന് ആദ്യം മുതൽ ഇത് തന്നെയാണ്. വലിയ വേഗത്തിൽ സ്ഥാനാർത്ഥികൾ ജനങ്ങളിലേക്ക് ഓടുകയാണ്. 5 അക്ക ഭൂരിപക്ഷമാണ് ഷാഫി പറമ്പിൽ ഇന്നലെ പറഞ്ഞത്. ഞാനൊരു സ്ഥാനാർത്ഥി ആയതുകൊണ്ട് അക്കത്തിലേക്കും ഭൂരിപക്ഷത്തിലേക്കും കിടക്കുന്നില്ല. എന്തായാലും വളരെ നല്ല ഭൂരിപക്ഷം ഉണ്ടാവും. സത്യത്തിൽ നിശബ്ദ പ്രചരണത്തെ പറ്റിയൊക്കെ നമ്മൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യുന്ന കാലമായി. കാരണം ഇപ്പൊ അത് പ്രസക്തമല്ല. ഇപ്പൊ നിങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ആളുകൾ, എത്രയോ ആളുകളെ കാണുന്നത്. ഇങ്ങനെ സ്ഥാനാർത്ഥി പിടിച്ചു വലിച്ചുകൊണ്ട് ഓടുകയാണ്. വാർഡ് കൗൺസിലറാണ്, ജനകീയനായ വാർഡ് കൗൺസിലറാണ്. CPM സിറ്റിംഗ് സീറ്റ് ജയിച്ച ആളാണ്. തൊട്ടടുത്ത തവണ ഒരു MLA പരാജയപ്പെടുത്തി CPM-ന്റെ ഒരു കോട്ട പിടിച്ചെടുത്ത ആളാണ്. ഇത്തരത്തിലാണ് ഓരോ വീടുകളിലും എത്തി വോട്ടർമാരെ നേരിൽ വലിയ പ്രതീക്ഷ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത്. ഭൂരിപക്ഷം എത്രയെന്ന് കൃത്യമായി പറയുന്നെങ്കിൽ പോലും വലിയ ഭൂരിപക്ഷം ഉണ്ടാകും. പ്രജിത് കോങ്ങാടിനൊപ്പം VV അരുൺ, ന്യൂസ് 18 പാലക്കാട്. പാലക്കാട് നഗരസഭാ പരിധിയിൽ 10,000 വോട്ടിന്റെ ലീഡ് നേടുമെന്ന് BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ന്യൂസ് 18നോട്. മാത്തൂർ, കണ്ണാടി പഞ്ചായത്തുകളിൽ മുന്നിലെത്തുമെന്നും കൃഷ്ണകുമാർ ആത്മവിശ്വാസം പങ്കുവച്ചു. എങ്ങനെയുണ്ട് ഈ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ? പരമാവധി ആളുകൾ നേരിൽ കാണുകയാണോ? അതെ, പരമാവധി വോട്ടർമാരെ നേരിൽ കാണുക എന്നുള്ളതാണ്. ഇത് നേരത്തെ വന്ന സ്ഥലമാണല്ലേ? അല്ലല്ല, ഇത് ഞാൻ നേരത്തെ ഇവിടെ ഈ പ്രദേശത്ത് 2000-ൽ നഗരസഭാ കൌൺസിലറായിട്ട് ആദ്യം ജയിച്ച പ്രദേശമാണ്. അതുകൊണ്ട് ഇവിടുത്തെ ആളുകളെ നേരിൽ കാണുക, വോട്ട് ചോദിക്കുക എന്നുള്ളത്. ഇന്നലത്തെ ഈ കുട്ടിക്കലാശത്തിന്റെയൊക്കെ ഒരു ആവേശം എങ്ങനെ ഉണ്ടായിരുന്നു? വലിയ ആവേശത്തിലാണ് ഞങ്ങളുടെ പ്രവർത്തകര്. ഞങ്ങൾ ആദ്യം തുടക്കം മുതൽ തന്നെ പറഞ്ഞല്ലോ, ആദ്യ ദിനം തൊട്ട് ഞങ്ങൾ വലിയ ആവേശത്തിലാണ്. ഓരോ ദിവസം കഴിയുന്നതോറും ഞങ്ങളുടെ ആവേശം വർദ്ധിക്കുകയാണ്, ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ്. എങ്ങനെ ഇവിടുത്തെ ഒരു ലീഡ് വർദ്ധിപ്പിക്കാനാകുമെന്ന് തന്നെയാണോ? അതെ, ഞങ്ങൾ 10,000-ൽ കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി ലീഡ് ചെയ്യും. അത് ഞങ്ങൾ 10,000-ൽ കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷം ഞങ്ങൾക്ക് പാലക്കാട് നഗരസഭാ പരിധിയിലുണ്ടാവും. പഞ്ചായത്തുകളിൽ ഞങ്ങൾ 2 പഞ്ചായത്തുകളിൽ 1ാം സ്ഥാനം വരും.
രണ്ട് പഞ്ചായത്തുകളിൽ മാത്തൂരും കണ്ണാടിയും ഞങ്ങൾ ഒന്നാം സ്ഥാനം വരും. CPM-ന്റെ പഞ്ചായത്താണ്. CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്നല്ലോ ഇതെല്ലാം. അതല്ലേ തകർന്നടിഞ്ഞത്. പാലക്കാട് നഗരസഭയിൽ CPM-ന് 17 സീറ്റ് ഉണ്ടായിരുന്നു, 7 സീറ്റാ. ഇപ്പോഴും കോൺഗ്രസ് തന്നെയാണോ നമ്മുടെ തൊട്ട് പിന്നിൽ നിൽക്കുന്നത്? അങ്ങനെയാണോ? കോൺഗ്രസുമായിട്ടൊരു രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള മത്സരം അവർ രണ്ട് മുന്നണിയും തമ്മിൽ രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരത്തിലാണ്.